Welcome back, my dear students, on a new lecture on basic topology. So, previous lecture നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രോഡക്റ്റ് ടോപ്പോളജിയെ കുറിച്ചാണ്. ഓക്കെ, സോ നമ്മൾ ഒരു കളക്ഷൻ ഓഫ് ടോപ്പോളജീസ് നമുക്ക് തരികയാണെങ്കിൽ അതിൽ നിന്നും we can generate a new topology, and a topology is generated on the Cartesian product of sets. ഒന്ന് രണ്ടത് ജനറേറ്റ് ചെയ്യുന്നത് ഓപ്പൺ ബോക്സസിൽ നിന്നാണ്. ഓപ്പൺ ബോക്സസ് ആർ കാർട്ടീഷ്യൻ പ്രോഡക്ട്സ് ഓഫ് ഓപ്പൺ സെറ്റ്സ് വിത്തിൻ ദ ടോപ്പോളജി. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് ടോപ്പോളജിയെ കുറിച്ച് ഒരു ബ്രീഫ് ഡിസ്കഷൻ എന്ന രീതിയിൽ പറഞ്ഞു, വിച്ച് ഈസ് ആക്ച്വലി ദ ടോപ്പോളജി ജനറേറ്റഡ് ബൈ ഓപ്പൺ ബോക്സസ്. ഓപ്പൺ ബോക്സസ് ജനറേറ്റ് ചെയ്യുന്ന ടോപ്പോളജിയാണ് ആക്ച്വലി പ്രോഡക്റ്റ് ടോപ്പോളജി എന്ന് പറയുന്നത്. നൗ വി ആർ ലുക്കിംഗ് അറ്റ് എ പെർട്ടിക്കുലർ എക്സാമ്പിൾ. Let xi is equal to r, set of all real numbers under usual metric. Okay, usual metric define ചെയ്യുന്ന ടോപ്പോളജി ആണ്. ഓക്കെ എന്ന് സങ്കല്പിക്കുക. Now xc is actually product I is equal to 1 to n xi. That is product I is equal to 1 to n set of all real numbers, which is r raised to n. Okay, so this is the product topology defined on this space r. Okay, r ന്റെ n times products എടുക്കുക, and the space formed is actually rn. Let u be the topology, u be the usual topology on r, and Rn be the product topology. Let's say tau1 be the product topology on R. Okay, ഇനി നമുക്ക് Rnന്റെ അകത്ത് നമുക്ക് ഈ മെട്രിക് d of xy is equal to x bar y bar is equal to summation I is equal to 1 to n xi minus yi the whole square root. This is Euclidean distance, where x bar is equal to n tuples x1 s2 etc xn, and y bar is equal to y1 y2 etc y, and tau2 be the topology on Rn generated by or induced by the usual metric. അപ്പോൾ നമുക്ക് രണ്ട് ടോപ്പോളജി ഉണ്ട്. ഒന്ന് ആറിൻ്റെ അകത്തെ യൂഷ്വൽ ടോപ്പോളജിയുടെ പ്രോഡക്റ്റ് ടോപ്പോളജി. ഓക്കെ, വിച്ച് ഈസ് tau1 on Rn. നെക്സ്റ്റ് ഈസ് ദ യൂഷ്വൽ ടോപ്പോളജി tau2 on Rn. അപ്പോൾ ഇറ്റ് ഈസ് നാച്ചുറൽ ടു ആസ്ക് ദാറ്റ് ഈസ് ദീസ് ടു ടോപ്പോളജീസ് ആർ സെയിം. ഈ രണ്ട് ടോപ്പോളജീസും ആക്ച്വലി സെയിം ആണ്, കാരണം ഇത് രണ്ടും ഡിഫൈൻ ചെയ്യുന്നത് സെയിം സ്പേസിലാണ്, Rnൻ്റെ അകത്താണ്. അത് മാത്രമല്ല, Rnൻ്റെ അകത്തെ യൂഷ്വൽ മെട്രിക്കിൻ ജനറേറ്റ് ചെയ്യുന്ന ടോപ്പോളജിയാണ് tau2. Rnൻ്റെ അകത്തെ യൂഷ്വൽ മെട്രിക് ദാറ്റ് ഈസ് d of xy is equal to what? Modulus of x minus y. ഇതാണ് Rnൻ്റെ അകത്തെ യൂഷ്വൽ മെട്രിക്. Rnൻ്റെ അകത്തെ യൂഷ്വൽ മെട്രിക് ജനറേറ്റ് ചെയ്യുന്ന ടോപ്പോളജിയുടെ പ്രോഡക്റ്റ് ടോപ്പോളജിയാണ് Rn. So there should be some relation connecting these two. Okay, so our question is Rn or tau1 in Rn and tau2 in Rn, where tau1 is the product topology and tau2 is the usual topology on Rn. Okay, are they same? ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. ഇത് രണ്ട് സെയിം ആണോ? ഓക്കെ, രണ്ട് രീതിയിലാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഇത് ജനറേറ്റ് ചെയ്യുന്നത് ഈ മെട്രിക്കിൽ നിന്നുള്ള ഓപ്പൺ ബോളുകൾ കൺസിഡർ ചെയ്തിട്ട് ആ ഓപ്പൺ ബോളുകളുടെ യൂണിയൻ എടുത്തിട്ട് അങ്ങനെയുള്ള സെറ്റുകളാണ് tau2ൻ്റെ അകത്തെ മെമ്പേഴ്സ്. ഇത് ജനറേറ്റ് ചെയ്യുന്നത് Rnൻ്റെ അകത്തെ ഓപ്പൺ ബോൾസ് എടുത്തിട്ട് അതിൻ്റെ അകത്തെ ഓപ്പൺ സെറ്റുകളാണ് യുവിൻ്റെ അകത്ത് വരുന്നത്. ആ യുവിൻ്റെ അകത്തെ ഓപ്പൺ സെറ്റുകളുടെ n ടൈംസ് പ്രോഡക്ട്സ് എടുക്കുമ്പോൾ ഓപ്പൺ ബോക്സുകൾ കിട്ടും. ആ ഓപ്പൺ ബോക്സുകൾ ബേസ് ആയിട്ട് വരുന്ന ടോപ്പോളജിയാണ് tau1. സോ ദീസ് ടു ആർ ജനറേറ്റഡ് ഇൻ ടു ഡിഫറെൻറ്റ് വേസ്. രണ്ട് ഡിഫറെൻറ്റ് വേസിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്ന ടോപ്പോളജീസ് ആണ് ഇത് രണ്ടും. ഓക്കെ, നൗ ആർ ദേ സെയിം? ഇത് രണ്ടും സെയിം ആണ്. ഓക്കെ, ദ ആക്ച്വൽ ആൻസർ ഈസ് ദേ ആർ ആക്ച്വലി സെയിം.
This is what we are going to prove. That is, the product topology generated by R and the usual topology on Rn are actually same. Okay. So how will we prove this? So let us move on to the proof. Proof. Let we have already discussed tau 1 Rn be the product topology generated by R U on R. Okay. Usual topology on R generate ചെയ്യുന്ന അതിൻ്റെ n products എടുക്കുമ്പോൾ കിട്ടുന്ന product topology ആണ് this, and tau 2 Rn be the usual topology on Rn defined by or generated by, induced by, that's a better word, induced by the metric B of x bar y bar is equal to summation I is equal to 1 to n xi minus yi the whole square, the whole raised to 1 by 2, where x bar is equal to x1 s to etc. xn and y bar is equal to y1 y2 etc. yn. Okay. അപ്പോൾ നമുക്ക് രണ്ട് ടോപ്പോളജി കിട്ടും. സോ ഇത് രണ്ടും ഈക്വൽ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഫസ്റ്റ് വി വിൽ പ്രൂവ് ദാറ്റ് tau 2 is a subset of tau 1. Okay. tau 2 subset of tau 1 എന്ന് പ്രൂവ് ചെയ്യും. അതായത് tau 2ൻ്റെ അകത്തെ ഏതൊരു ഓപ്പൺ സെറ്റ് എടുത്തെന്ന് പറഞ്ഞാലും അത് ഓപ്പൺ ബോൾ എടുത്താലും വിച്ച് ഈസ് ഇൻ tau 1 എന്ന് നമ്മൾ പ്രൂവ് ചെയ്യും. സോ ഫോർ ദാറ്റ് we will prove that every open ball in tau 2 is in tau 1. എല്ലാ ഓപ്പൺ ബോളും tau 2ൻ്റെ അകത്ത് എല്ലാ ഓപ്പൺ ബോളും tau 1ൻ്റെ അകത്ത്. For let b x bar r be an open ball in tau 2. യൂഷ്വൽ ടോപ്പോളജിക്കകത്ത് ഒരു ഓപ്പൺ ബോൾ ആണ് ബി ഓഫ് എക്സ് ബാർ ആണ്. ഇത് tau 1ൻ്റെ അകത്തെ മെമ്പർ ആണെന്ന് പ്രൂവ് ചെയ്താൽ ഓക്കെ വി ഗോട്ട് ദ റിസൾട്ട്. സോ ഇതിനു വേണ്ടി നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് വി ആർ ഗോയിങ് ടു ഡു ദാറ്റ് ബി ഓഫ് എക്സ് ബാർ ആർ ഈസ് ദ യൂണിയൻ ഓഫ് സെറ്റ് ഓഫ് ഓൾ y belongs to b of x bar r gy, where gy is a member of tau 2 എന്ന് പ്രൂവ് ചെയ്യും. അതായത് ബി ഓഫ് എക്സ് ബാറിനെ ജി വൈക്കകത്തെ tau 2ൻ്റെ അകത്തെ മെമ്പേഴ്സിൻ്റെ യൂണിയൻ ആയിട്ട് എഴുതാം എന്ന് നമ്മൾ പ്രൂവ് ചെയ്യും. അങ്ങനെ പ്രൂവ് ചെയ്താൽ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ബി ഓഫ് എക്സ് ബാർ ഇസ് ദ യൂണിയൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് tau 2. ആർബിട്രറി യൂണിയൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് topology belongs to topology. So this is the arbitrary union of members of the topology tau 2. So b of x bar belongs to x bar r belongs to tau 2. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ അതിനു വേണ്ടി there are two things which we need to establish. ഞാൻ ഇവിടുത്തെ ഓരോ y എടുത്താലും from b of x bar r we should be able to find a gy in tau 2. ഓക്കെ. അപ്പോൾ gy ക്കകത്തെ tau 2ൻ്റെ അകത്തെ ഓപ്പൺ സെറ്റുകളെല്ലാം ഓപ്പൺ ബോക്സുകളാണെന്ന് വിചാരിക്കുക. ഓക്കെ. ഓപ്പൺ ബോക്സുകളാണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് കിട്ടണം? ഒരു ഓപ്പൺ ബോക്സ് കിട്ടണം. രണ്ട്, ഇങ്ങനെ എഴുതാൻ പറ്റണമെങ്കിൽ there are two things which we need to establish. The first thing is for all y belongs to or y bar belongs to b of x bar r, we should be able to find an open box gy containing y.
Okay. And the second thing is gy is fully contained in b of x bar. ഇത് രണ്ടും പ്രൂവ് ചെയ്യണം. ഇതാണ് രണ്ടും. ഇത് രണ്ടും പ്രൂവ് ചെയ്താൽ അപ്പോൾ ഇവിടുത്തെ ഓരോ വൈക്കും കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ട്, ഒരു ജി വൈ ബാർ, ജി വൈക്ക് പകരം ജി വൈ ബാർ ഉണ്ട്. സച്ച് ദാറ്റ് ജി വൈ ബാർ ഈസ് ഫുള്ളി കണ്ടെയ്ൻഡ് ഇൻ ബി ഓഫ് എക്സ് ബാർ. സോ വിച്ച് ഇംപ്ലൈസ് ദാറ്റ് എന്താണ്, ബി ഓഫ് എക്സ് ബാർ ഈസ് ആക്ച്വലി ദ യൂണിയൻ ഓഫ് what? G of y bar. Okay. Since each G of y bar is a member of TOT2, which is the union of members of TOT2 implies B of x bar belongs to TOT2. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ രണ്ട് ആർഗ്യുമെന്റ് ആണ് വി ആർ ഗോയിങ് ടു എസ്റ്റാബ്ലിഷ്. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത്. സോ നമ്മൾ ഫസ്റ്റ് കാര്യം എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഓക്കെ. സോ ലെറ്റ് y bar belongs to B of x bar. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഓപ്പൺ ബോക്സ് ജി വൈ ബാർ കിട്ടണം. ഓപ്പൺ ബോക്സുകളെല്ലാം ടോപ്പോളജിക്കകത്തെ പ്രോഡക്റ്റ് ആണ്, പ്രോഡക്റ്റ് ഓഫ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്സിൻ്റെ രൂപത്തിലാണ് എഴുതുന്നത്. ഓക്കെ. നൗ കറസ്പോണ്ടിങ് ടു ദിസ് ചൂസ് an epsilon. Epsilon greater than 0, which is defined as 0 less than epsilon less than r minus d of x bar comma y bar ഹോൾ ഡിവൈഡഡ് ബൈ റൂട്ട്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ എടുത്തതെന്ന് കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അവർ ചോയ്സ് ഷുഡ് ബി ലൈക്ക് ദിസ്. ഓക്കെ. ആൻഡ് വൈ ബാർ ആറിൻ്റെ അകത്തെ മെമ്പർ ആയതുകൊണ്ട് ഇറ്റ് ഈസ് ഓഫ് ദ ഫോം y1 y2 എക്സെട്ര yn. ഓക്കെ. അപ്പോൾ നമ്മൾ എപ്സിലോൺ ചൂസ് ചെയ്തു. യൂസിങ് ദിസ് ഡിഫൈൻ vi as the open interval yi minus epsilon yi plus epsilon എന്ന ഇന്റർവെലായിട്ട് ഡിഫൈൻ ചെയ്തു. ഓക്കെ. സോ ദിസ് ഈസ് yi സെൻറ്റർ ആക്കിക്കൊണ്ട് എപ്സിലോൺ ഡിസ്റ്റൻസ് ഉള്ള ദിസ് ഈസ് yi പ്ലസ് എപ്സിലോൺ, ദിസ് ഈസ് yi മൈനസ് എപ്സിലോൺ. ഈ രണ്ട് ഇന്റർവെൽ. അപ്പോൾ 2 എപ്സിലോൺ ലെങ്ത് ഉള്ള ഇന്റർവെൽ, ആൻഡ് ഇന്റർവെൽ of length to epsilon. Okay. Now Vi is open എന്നാണ്. കാരണം ഇതെന്താണ്, ഒരു ഓപ്പൺ ബോൾ ആണ്. അതിൻ്റെ അകത്തെ യൂഷ്വൽ ടോപ്പോളജിക്കകത്തെ ഒരു ഓപ്പൺ ബോൾ ആണ്. ഓക്കെ. ആൻഡ് കണ്ടെയ്ൻസ് എന്ത്, yi. കാരണം yi സെൻറ്റർ ആക്കിക്കൊണ്ടാണ് നമ്മൾ എന്ത് ഈ ഇന്റർവെല് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ. നമുക്ക് ഓപ്പൺ ബോൾ ആണ്, ഓപ്പൺ ബോക്സ് ആണ് വേണ്ടത്. ഓക്കെ. അപ്പോൾ y1ന് കറസ്പോണ്ടിങ് ആയിട്ട് v1 ഉണ്ട്, ഒരു ഓപ്പൺ ഇന്റർവെൽ. y2ന് കറസ്പോണ്ടിങ് ആയിട്ട് v2 ഉണ്ട്, എക്സെട്ര yn കറസ്പോണ്ടിങ് ആയിട്ട് vn ഉണ്ട്. ഓക്കെ. ഇതെല്ലാം എന്താണ്, ഇതെല്ലാം ആറിൻ്റെ അകത്തെ ഓപ്പൺ ഇന്റർവെൽസ് ആണ്. അപ്പോൾ അതിൻ്റെ പ്രോഡക്റ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ പ്രോഡക്റ്റ് ടോപ്പോളജിക്കകത്ത് വരുന്നത്. സോ അപ്പോൾ നമ്മൾ ആറിൻ്റെ അകത്തെ y1ന് കറസ്പോണ്ടിങ് ആയിട്ട് ഓപ്പൺ ഇന്റർവെൽ, y2ന് കറസ്പോണ്ടിങ് ആയിട്ട് ഓപ്പൺ ഇന്റർവെൽ, എക്സെട്ര yn കറസ്പോണ്ടിങ് ആയിട്ട് ഓപ്പൺ ഇന്റർവെൽസ് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ. ഇനി അതിൻ്റെ പ്രോഡക്റ്റുകളായിട്ട് ഡിഫൈൻ ചെയ്യുക. ഓക്കെ. ഡിഫൈൻ ജി വൈ ബാർ ഇസ് ഈക്വൽ ടു v1 ക്രോസ് v2 ക്രോസ് v3 ക്രോസ് എക്സെട്ര vn is an open box in R. Okay. Since each Vi is open in U, which is the usual topology on R, and this is an open box, clearly Gy bar belongs to TOT2. കാരണം ഇതെന്താണ്, പ്രോഡക്റ്റ് ഓഫ് ഓപ്പൺ ഇന്റർവെൽസ് ആണ്, ഓപ്പൺ സെറ്റുകളുടെ പ്രോഡക്ട്സ് ആണ്, അല്ലെങ്കിൽ യുവിൻ്റെ അകത്തെ മെമ്പേഴ്സിൻ്റെ പ്രോഡക്ട്സ് ആണ്. യുവിൻ്റെ അകത്തെ മെമ്പേഴ്സിൻ്റെ പ്രോഡക്ട്സ് ആണ് TOT2ൻ്റെ ബേസ്, വിച്ച് മീൻസ് യുവിൻ്റെ അകത്തെ മെമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് എപ്പോഴും TOT2ൻ്റെ അകത്തെ മെമ്പറാണ്. അതാണ് ജി വൈ ബാർ എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. സോ ജി വൈ ബാർ ഇസ് ആൻ ഓപ്പൺ ബോക്സ് വിച്ച് ബിലോങ്സ് ടു TOT2. ആൻഡ് ഓൾസോ ഇവിടെ നിന്ന് ക്ലിയർലി നമുക്ക് പറയാം y1 belongs to v1, y2 belongs to v2, y3 belongs to v3, etc. yn belongs to vn. Okay. അതിൽ നിന്നും we can clearly say that
ഇത് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ആയിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. സോ വി ക്യാൻ ക്ലിയർലി സേ ദാറ്റ് വാട്ട് y1, y2, etc. yn, which is called y bar, which is in g y bar. ഓക്കെ, ഇത് g y ബാറിൻ്റെ അകത്തെ മെമ്പർ ആണെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും. ഓക്കെ, സോ ദിസ് ഇസ് ആൻ ഓപ്പൺ ബോക്സ് ആൻഡ് വിച്ച് ബിലോങ്സ് ടു ടോ 2 ആൻഡ് y bar ബിലോങ്സ് ടു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കണ്ടീഷനായി നമ്മൾ y bar എന്ന് പറയുന്നത് b of x bar ആറിൻ്റെ അകത്തെ ഒരു എലമെന്റ് എടുത്തു, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഐ ഫൈൻഡ് എ g y bar കണ്ടെയ്നിങ് y bar. ഓക്കെ, അപ്പം y ബാറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു g y bar കണ്ടുപിടിച്ചു, വിച്ച് ഈസ് ആൻ ഓപ്പൺ സെറ്റ് ഇൻ ടോ 2. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? g y bar കംപ്ലീറ്റ്ലി ബിലോങ് സബ്സെറ്റ് ഓഫ് എന്താണ്? p of x bar. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വി വിൽ പ്രൂവ് ദാറ്റ് g y bar completely a subset of b of x bar. സബ്സെറ്റ് ആണെന്ന് പ്രൂവ് ചെയ്യുന്നത് വളരെ എളുപ്പമാണ്. ഇതിൻ്റെ അകത്ത് എലമെന്റ് എടുക്കുക, വി ഷുഡ് ബി എലമെന്റ് ഓഫ് ദിസ് സെറ്റ്. ഫസ്റ്റ് സെറ്റിനകത്ത് എലമെന്റ് എടുക്കുക, അത് സെക്കൻഡ് സെറ്റിനകത്ത് ഉണ്ടെന്ന് പ്രൂവ് ചെയ്യുക. സെക്കൻഡ് സെറ്റിനകത്ത് ഉണ്ടാകണമെങ്കിൽ ബി ഓഫ് എക്സ് ബാർ ആണെന്ന് വെച്ചാൽ എന്താണ്? ഓപ്പൺ ബോൾ ഇൻ ദിസ് ടോപ്പോളജി അല്ലേ? ഇതിൻ്റെ അകത്ത് ഒരു ഓപ്പൺ ബോൾ ആണ്, യൂഷ്വൽ ടോപ്പോളജിക്കകത്ത് ഓപ്പൺ ബോൾ ആണ്. സോ ഇതിൻ്റെ അകത്ത് ഒരു എലമെന്റ് ഇസഡ് ബാർ വേണമെന്നുണ്ടെങ്കിൽ ബി ഓഫ് എക്സ് ബാർ ആറ് ഇതിൻ്റെ അകത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇംപ്ലൈസ് എന്താണ്? പറ, എക്സ് ബാർ ബി ഓഫ് എക്സ് ബാർ ഇസഡ് ബാർ ഷുഡ് ബി ലെസ് ദാൻ ആർ. എക്സ് ബാർ ഇസഡ് ബാറും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായാൽ മതി? ആറിനെക്കാട്ടിലും ചെറുതായാൽ മതി. ഓക്കെ, ദാറ്റ്സ് വാട്ട് വി ആർ ഗോയിങ് ടു ഡു. അതാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു മെമ്പർ എടുക്കുക, അത് ഇതിൻ്റെ അകത്ത് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിസ്റ്റൻസ് ഷുഡ് ബി ലെസ് ദാൻ ആർ എന്ന് പ്രൂവ് ചെയ്താണ്. ഓക്കെ, സോ ലെറ്റ് y bar belongs to, സോ നമ്മൾ y bar എന്നല്ല, നമ്മൾ z bar, ദാറ്റ്സ് ബെറ്റർ. z bar നമ്മൾ പ്രീവിയസ്ലി അങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്, ബിലോങ്സ് ടു g of y bar. കാരണം ഇവിടെ ഓൾറെഡി ഒരു y bar ഉണ്ട്. ഓക്കെ, വി വിൽ പ്രൂവ് ദാറ്റ് z bar belongs to b of x bar. അപ്പോൾ അതിനു വേണ്ടി d of x bar z bar എന്ന് എടുത്തു. നൗ ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി വെച്ചിട്ട് ദിസ് ഈസ് ലെസ് ദാൻ d of x bar y bar plus d of y bar z bar. Okay, triangle inequality which metric in the property. Now this is equal to d of x bar y bar. ഇതിൻ്റെ ഡെഫിനേഷൻ യൂസ് ചെയ്യുക, സ്ക്വയർ റൂട്ട് ഓഫ് സമ്മേഷൻ i is equal to 1 to n yi minus zi the whole square. ഇതാണ് നമ്മൾ ചെയ്തത്. നൗ ഇനി നമുക്ക് നമ്മളുടെ YIക്കകത്തെ മെമ്പേഴ്സ് എടുക്കും. ഓക്കെ, സോ YI എന്ന് വെച്ചാൽ സെൻറ്ററായി, g y bar എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇത് VI ആണ്. ദിസ് ഈസ് YI minus epsilon, this is YI plus epsilon. Okay, and z bar belongs to g y bar means this implies z bar നെ നമുക്ക് z1, z2, etc. zn belongs to what? v1 cross v2 cross etc. vn. അതായത് z1 belongs to v1, z2 belongs to v2, z3 belongs to v2. ഓക്കെ, ഇനി v1 എന്ന് വെച്ചാൽ എന്താണ്? y1 മൈനസ് എപ്സിലോൺ, y1 പ്ലസ് എപ്സിലോൺ ആണ്. v2 എന്ന് വെച്ചാൽ y1 മൈനസ് y2 മൈനസ് എപ്സിലോൺ, y2 പ്ലസ് എപ്സിലോൺ. അപ്പോൾ vi എന്ന് വെച്ചാൽ yi മൈനസ് എപ്സിലോൺ, yi പ്ലസ് എപ്സിലോൺ. അപ്പോൾ zi എന്നുള്ളത് ഇതിൻ്റെ അകത്ത് എവിടെയെങ്കിലും ആയിരിക്കും. ഓക്കെ, ഈ ഇന്റർവെലിൻ്റെ അകത്ത് എവിടെയെങ്കിലും ആയിരിക്കും. ഈ ഇന്റർവെലിൻ്റെ അകത്ത് yi എന്നുള്ള എല്ലാ പോയിന്റിലേക്കുമുള്ള ഡിസ്റ്റൻസിന്റെ മാക്സിമം എന്ന് പറയുന്നത് എപ്സിലോൺ ആണ്. കാരണം ഇന്റർവെലിന്റെ സെന്റർ എന്താണ്? yi ആണ്. ഓക്കെ, അപ്പോൾ yi നിന്ന് ബാക്കി എല്ലാ പോയിന്റ്സിലേക്കുമുള്ള ഡിസ്റ്റൻസുകൾ മാക്സിമം എന്താ വരത്തുള്ളൂ? എപ്സിലോൺ. കാരണം ടോട്ടൽ ഇന്റർവെലിന്റെ ലെങ്ത് എന്താണ്? 2 എപ്സിലോൺ ആണ്. അതിൻ്റെ അകത്ത് സെന്റർ ആണ് yi. ഓക്കെ, അപ്പോൾ yi നിന്ന് ബാക്കി എല്ലാ പോയിന്റ്സിലേക്കുമുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് yi മൈനസ് zi എന്ന് പറയുന്നത് yi മൈനസ് zi ഷുഡ് ബി എന്താണ് പറ? ലെസ് ദാൻ എപ്സിലോൺ. ഓക്കെ, മോഡുലസ്. ഇനി ഇതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ ദാറ്റ് ഈസ് yi മൈനസ് zi ദ ഹോൾ സ്ക്വയർ ഈസ് ലെസ് ദാൻ എപ്സിലോൺ സ്ക്വയർ എന്ന് എഴുതി. കാരണം മോഡുലസിന് സ്ക്വയർ എടുക്കുന്നതും അല്ലാതെ സ്ക്വയർ എടുക്കുന്നതും സെയിം ആണ്. സോ ഇങ്ങനെ ഫോർ ഓൾ i എടുക്കുമ്പോൾ
ഐ ഈസ് ഈക്വൽ ടു 1 2 3 എക്സെട്ര എന്നെടുക്കുമ്പോൾ yi മൈനസ് ഇസഡ് ഐയുടെ വാല്യൂ എന്താണ്? ലെസ് ദാൻ എപ്സിലോൺ സ്ക്വയർ ആണ്. കാരണം ഇസഡ് ഐ എന്നുള്ളത് വി ഐക്കകത്ത് മെമ്പറാണ്. വി ഐ ഇസ് ആക്ച്വലി yi മൈനസ് എപ്സിലോൺ yi പ്ലസ് എപ്സിലോൺ എന്ന് പറയുന്ന ഇന്റർവെല്ലാണ്. അതിന്റെ സെന്റർ yi ആണ്. സോ അതിന്റെ അകത്തെ ഇന്റർവെല്ലിന് yi എന്നുള്ള ഡിസ്റ്റൻസ് മാക്സിമം എപ്സിലോണേ വരാൻ സാധിക്കും. സോ ഇവിടെ നമുക്ക് ദിസ് ക്യാൻ ബി ലെസ് ദാൻ ഡി ഓഫ് വാട്ട്? എക്സ് ബാർ വൈ ബാർ പ്ലസ് അടുത്തതാണ് ഇവിടുത്തെ ഓരോ yi ഇസഡ് ഐക്ക് പോലെ ലെസ് ദാൻ എപ്സിലോൺ സ്ക്വയർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദിസ് ഈസ് സമ്മേഷൻ ഐ ഈസ് ഈക്വൽ ടു 1 to n എപ്സിലോൺ സ്ക്വയർ റൂട്ട് ഓഫ് എൻ. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ ലെസ് ദാൻ കൊടുത്തത്. ഓക്കെ, ദിസ് ക്വാണ്ടിറ്റി ഈസ് ലെസ് ദാൻ ദിസ് എപ്സിലോൺ സ്ക്വയർ. ഇനി ഇത് n ടൈംസ് ഇത് എപ്സിലോൺ സ്ക്വയർ ആഡ് ചെയ്യുകയാണ്. സോ ദിസ് ഈസ് ഡി ഓഫ് എക്സ് ബാർ വൈ ബാർ പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് n ടൈംസ് എപ്സിലോൺ സ്ക്വയർ. That is d of x bar y bar plus root n epsilon. ഓക്കെ, ഇനിയും നമുക്ക് തൊട്ട് മുമ്പത്തെ പ്രീവിയസ് നമ്മുടെ അസംഷനിലേക്ക് പോവാം. നമ്മുടെ അസംഷൻ എന്ന് പറയുന്നത് 0 ലെസ് ദാൻ എപ്സിലോൺ ലെസ് ദാൻ r മൈനസ് ഡി ഓഫ് എക്സ്. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് എടുക്കുക. ഓക്കെ, ഇപ്പം നമുക്ക് കിട്ടിയത് ഡി ഓഫ് എക്സ് ബാർ ഇസഡ് ബാർ ഇസ് ലെസ് ദാൻ ഡി ഓഫ് എക്സ് ബാർ വൈ ബാർ പ്ലസ് റൂട്ട് n എപ്സിലോൺ എന്നാണ് കിട്ടിയത്. സിൻസ് എപ്സിലോൺ ഈസ് ലെസ് ദാൻ ആർ മൈനസ് ഡി ഓഫ് എക്സ് ബാർ വൈ ബാർ ഡിവൈഡഡ് ബൈ n ഇന്ന് n ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ എന്നല്ല റൂട്ട് n ഇപ്പുറത്തോട്ട് പോകുമ്പോൾ റൂട്ട് n ടൈംസ് എപ്സിലോൺ ഈസ് ലെസ് ദാൻ ആർ മൈനസ് ഡി ഓഫ് എക്സ് ബാർ വൈ ബാർ. എന്തിനാണ് ഇങ്ങനെ എടുത്തതെന്ന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ റൂട്ട് n എപ്സിലോൺ വരും. ഓക്കെ, അതുകൊണ്ടാണ് റൂട്ട് n എപ്സിലോണിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? ആർ മൈനസ് ഡി ഓഫ് എക്സ് ബാർ വൈ ബാർ എന്ന് കൊടുത്താൽ മൈനസ് ഡി ഓഫ് എക്സ് ബാർ വൈ ബാറും പ്ലസ് ഡി ഓഫ് എക്സ് ബാർ വൈ ബാറും ക്യാൻസൽ ആയി പോയിട്ട് ലെസ് ദാൻ ഡി ഓഫ് എക്സ് ബാർ വൈ ബാർ എക്സ് ബാർ ഇസഡ് ബാർ ലെസ് ദാൻ ആർ എന്ന് കിട്ടും. വിച്ച് ഇംപ്ലൈസ് ഇസഡ് ബാർ ബിലോങ്സ് ടു ബി ഓഫ് എക്സ് ബാർ ആർ എന്ന് കിട്ടും. അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തത്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡി ഓഫ് എക്സ് ബാർ ഇസഡ് ബാർ ഈസ് ലെസ് ദാൻ ഡി ഓഫ് എക്സ് ബാർ വൈ ബാർ പ്ലസ് ആർ മൈനസ് ഡി ഓഫ് എക്സ് ബാർ വൈ ബാർ. ഓക്കെ, സോ ഇവിടെ നിന്ന് ഡി ഓഫ് എക്സ് ബാർ വൈ ബാർ ക്യാൻസൽ ആക്കി കളയുമ്പോൾ വി ആർ ഗോയിങ് ടു ഗെറ്റ് ഡി ഓഫ് എക്സ് ബാർ ഇസഡ് ബാർ ഈസ് ലെസ് ദാൻ, വിച്ച് മീൻസ് ദാറ്റ് ഇസഡ് ബാർ ബിലോങ്സ് ടു ബി ഓഫ് എക്സ് ബാർ. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്തത് whenever z bar belongs to g of y bar implies z bar belongs to എന്താണ്? b of x bar. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് എല്ലാ എലമെന്റ്സും ഇതിൻ്റെ അകത്തുണ്ട്. ദിസ് ഇംപ്ലൈസ് g of y bar is completely contained in b of x bar. ഓക്കെ, ദാറ്റ് ഈസ് നമ്മളിപ്പോൾ രണ്ട് കാര്യങ്ങളും പ്രൂവ് ചെയ്തു. ഞാൻ ഇവിടുത്തെ ഏതൊരു y b of x bar അതിൻ്റെ അകത്ത് എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് g of y bar ഉണ്ട്, which is in ടോട്ടു. And g of y bar is completely contained in b of x bar. ഇത് രണ്ടുകൂടെ ചേർത്ത് എഴുതുമ്പോൾ we can write that is b of x bar is actually union y bar belongs to b of x bar g y bar. Since g y bar element of ടോട്ടു, its arbitrary union is again an element of ടോട്ടു. This implies b of x bar r is an element in ടോട്ടു. Okay. അപ്പോൾ നമ്മൾ തുടങ്ങിയത് എവിടെ നിന്നാണ്? ബി ഓഫ് എക്സ് ബാർ ആർ ഈസ് ആൻ എലമെന്റ് ഇൻ, സോറി ഇവിടെ പ്രോഡക്റ്റ് ടോപ്പോളജീസ് എല്ലാം ടോ 1 ആണ്. ഓക്കെ, സോ പ്രോഡക്റ്റ് ടോപ്പോളജി ടോ 1 ആണ്. സോ ഇവിടെ ജി വൈ ബാർ ബിലോങ്സ് ടു ടോ 1. ഓക്കെ, സോ ദിസ് ഇംപ്ലൈസ് ജി വൈ ബാർ ബിലോങ്സ് ടു ടോ 1 ആയതുകൊണ്ട് പ്രോഡക്റ്റ് ടോപ്പോളജി ടോ 1 ആണ്. അതിൻ്റെ ആർബിട്രറി യൂണിയൻ ആണ് ബി ഓഫ് എക്സ് ബാർ. സോ ബി ഓഫ് എക്സ് ബാർ ബിലോങ്സ് ടു എന്താണ്? ടോ 1. ഓക്കെ, സോ ദിസ് ഇംപ്ലൈസ് ബി ഓഫ് എക്സ് ബാർ ബിലോങ്സ് ടു ടോ 2 ഇംപ്ലൈസ് ബി ഓഫ് എക്സ് ബാർ ആർ ബിലോങ്സ് ടു ടോ 1. ദാറ്റ് ഈസ് ടോ 2 ഈസ് എ കംപ്ലീറ്റ് സബ്സെറ്റ് ഓഫ് ടോ 1. അപ്പോൾ ഫസ്റ്റ് പാർട്ട്. നെക്സ്റ്റ് നമ്മുടെ ക്ലെയിം എന്താണ്? ടോ 1 ഈസ് എ സബ്സെറ്റ് ഓഫ് ടോ 2 എന്നാണ് അടുത്ത പ്രൂവ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടോ 1 സബ്സെറ്റ് ഓഫ് ടോ 2 എന്ന് പ്രൂവ് ചെയ്യണം. സോ അതിനുവേണ്ടി ടോ 1ൻ്റെ അകത്തെ ഒരു ഓപ്പൺ സെറ്റ് എടുക്കുക, അത് ടോ 2ൻ്റെ അകത്തുണ്ടെന്ന് പ്രൂവ് ചെയ്യാം. സോ ലെറ്റ് ജി ബിലോങ്സ് ടു ടോ 1. ഓക്കെ,
അപ്പോൾ ജി പ്രോഡക്റ്റ് ടോപ്പോളജിക്കകത്ത് മെമ്പറാണ്, അത് ടോറ്റുവിൻ്റെ അകത്തുണ്ടെന്ന് പ്രൂവ് ചെയ്യും. സോ അതിനു വേണ്ടി വി വിൽ പ്രൂവ് ദാറ്റ് ജി ബിലോങ്സ് ടു ടോറ്റു. അതിനുവേണ്ടി ഇതിൻ്റെ അകത്തെ ഏതൊരു എക്സ് ബാർ ബിലോങ്സ് ടു ജി എടുത്താലും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് തൊട്ട് മുമ്പേ ചെയ്തതുപോലെ ദർ എക്സിസ്റ്റ് an open ball b of x bar r containing x bar such that b of x bar r is fully contained in g എന്ന് പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, കാരണം അത് തന്നെയാണ് നമ്മൾ തിരിച്ച് ചെയ്തത്. നമ്മളിവിടെ ചെയ്തത് നമ്മളൊരു ഓപ്പൺ ബോൾ എടുത്തു, ആ ഓപ്പൺ ബോളിനെ ടോപ്പോളജി ഇത് ടോ1 ആണ്, ടോ2 അല്ല, ടോ1ൻ്റെ അകത്തെ മെമ്പേഴ്സിൻ്റെ യൂണിയൻ ആയിട്ട് എഴുതി. ഓക്കെ, ദിസ് ഈസ് വാട്ട് വി ഹാവ് ഡൺ. നൗ കോൺവേഴ്സ് പാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ടോ1ൻ്റെ അകത്തെ ഒരു ഓപ്പൺ ബോക്സ് എടുക്കുന്നു, അതിനെ ടോ2ൻ്റെ അകത്തെ ഓപ്പൺ ബോളുകളുടെ യൂണിയൻ ആയിട്ട് എഴുതിയാൽ മതി. അതിനുവേണ്ടി ഇതിന് ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഓപ്പൺ ബോൾ ഉണ്ട് വിച്ച് ഈസ് കംപ്ലീറ്റ്ലി കണ്ടെയ്ൻഡ് ഇൻ ജി എന്ന് എഴുതിയാൽ ജി ഇസ് ദ യൂണിയൻ ഓഫ് ദിസ് ഓപ്പൺ ബോൾസ് എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. വിച്ച് ഇംപ്ലൈസ് ദാറ്റ് ബി ഓഫ് എക്സ് ബാർ ആർ എന്ന് പറയുന്നത് ഓപ്പൺ ബോൾസ് വിച്ച് ബിലോങ്സ് ടു ടോ2, അതിൻ്റെ ആർബിട്രറി യൂണിയൻ ഈസ് അഗെയിൻ ബിലോങ്സ് ടു ടോ2, അതിൻ്റെ ആർബിട്രറി യൂണിയൻ ആണ് ജി, ദെൻ ജി ബിലോങ്സ് ടു ടോ2. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പ്രീവിയസ്ലി ചെയ്ത പോലെ തന്നെ വി ആർ ആക്ച്വലി റിവേഴ്സിംഗ് ദ റോൾസ്. അതാണ് നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നൗ ജി എന്ന് പറയുന്നത് ടോ1ൻ്റെ അകത്തെ ഓപ്പൺ സെറ്റ് ആണ്. സിൻസ് ഓപ്പൺ ബോക്സസ് ആർ ബേസസ് ഓഫ് ടോ1, ഓപ്പൺ ബോക്സസ് ആണ് ടോ1ൻ്റെ ബേസിസ്, ദാറ്റ് ഈസ് ജി ഈസ് ദ യൂണിയൻ ഓഫ് ലെറ്റ്സ് സേ ഓപ്പൺ ബോക്സസ്. ഓക്കെ, ഇനി അതൊരു ഓപ്പൺ ബോക്സ് എങ്കിലും കംപ്ലീറ്റ്ലി കണ്ടെയ്ൻഡ് ജി ആവും. അതായത് ദർ എക്സിസ്റ്റ് W is equal to W1 cross W2 cross W3 cross etc. Wn which is fully contained in G. കാരണം ഇങ്ങനെയുള്ള ഓപ്പൺ ബോക്സുകളുടെ യൂണിയൻ ആയിട്ടാണ് ജി എഴുതാൻ പറ്റുന്നത്. കാരണം ജി എന്താണ്, ടോ1ൻ്റെ അകത്തെ മെമ്പറാണ്. ടോ1ൻ്റെ അകത്തെ മെമ്പേഴ്സ് എന്ന് വെച്ചാൽ പ്രോഡക്റ്റ് ടോപ്പോളജി മെമ്പേഴ്സ്, അതിൻ്റെ ബേസ് ആണ് ഓപ്പൺ ബോക്സസ്. ഓക്കെ, നൗ ഇതിൻ്റെ അകത്ത് ഈ ഓപ്പൺ ബോക്സ് നമ്മൾ ആറിൻ്റെ ടോപ്പോളജിക്കകത്തൊന്നും ജനറേറ്റ് ചെയ്യുന്നതാണ്. സോ ഈച്ച് WI ഈസ് ഓപ്പൺ ഇൻ ആർ. ഓക്കെ, ഈ ആറിൻ്റെ അകത്തെ ഓപ്പൺ സെറ്റുകൾ എന്ന് വെച്ചാൽ യൂഷ്വൽ ടോപ്പോളജിയുടെ കേസിൽ ഒന്നുകിൽ ഓപ്പൺ ഇന്റർവെൽസ് ആണ്, അല്ലെങ്കിൽ യൂണിയൻ ഓഫ് ഓപ്പൺ ഇന്റർവെൽസ് ആണ്. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ ഈ WI എന്നുള്ളത് ഓപ്പൺ ഇന്റർവെൽ ആയിരിക്കും, അല്ലെങ്കിൽ യൂണിയൻ ഓഫ് ഓപ്പൺ ഇന്റർവെൽസ് ആയിരിക്കും. എന്തായാലും WIക്കകത്ത് ഒരു ഓപ്പൺ ഇന്റർവെല്ലെങ്കിലും കണ്ടെയ്ൻ ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ലെറ്റ്സ് സേ x belongs to x bar belongs to b of x bar g. x bar belongs to g എന്ന് സംഗതി. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ജിയെ ഇങ്ങനെ എഴുതാൻ പറ്റി. സോ there exists a W which is contained in G such that x bar belongs to W. Okay, which means that x bar എന്ന് പറയുന്നത് x1 x2 etc. xn ആയതുകൊണ്ട് which implies xi belongs to Wi for all I varies from 1 2 3 etc. ഇനി xi എന്നുള്ളത് ഒന്നുകിൽ WI എന്നുള്ളത് ഒന്നുകിൽ ഓപ്പൺ ഇന്റർവെൽസ് ആണ്, അല്ലെങ്കിൽ യൂണിയൻ ഓഫ് ഓപ്പൺ ഇന്റർവെൽസ് ആയതുകൊണ്ട് ഈ xiയെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ ഇന്റർവെൽ എങ്കിലും ഇതിൻ്റെ അകത്ത് ഉണ്ടാകും. ഓക്കെ, കാരണം ഓപ്പൺ സെറ്റുകളുടെ എല്ലാം പ്രോപ്പർട്ടി അതാണ്, അതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ ബോൾ എങ്കിലും ഈ സെറ്റിൻ്റെ അകത്ത് ഉണ്ടായിരിക്കണം. xiയെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ ബോൾ എങ്കിലും ഇതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കണം. xiയെ കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ ബോൾ ഇൻ R is actually open intervals. So that is there exists an open interval xi minus Ri, xi plus Ri which is fully contained in W for some R. Okay, where I varies from 1 2 3 etc. So x1 minus R1, x1 plus R1 belongs to W1, x2 minus R2
x2 plus r2 belongs to w2 etc. 1 2 3 x അങ്ങനെ ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് n ഡിഫറൻറ്റ് RI'സിന്റെ വാല്യൂസ് കിട്ടി. ഓക്കെ, സോ നമ്മൾ അതിൻ്റെ എല്ലാം കൂടെ മിനിമം ആണ്, മിനിമത്തെക്കാട്ടിലും ചെറിയൊരു വാല്യൂസ് ആണ് R. ദാറ്റ് 0 ലെസ് ദാൻ R ലെസ് ദാൻ മിനിമം ഓഫ് വാട്ട് R1 R2 എക്സെട്ര R. അപ്പോൾ നമുക്ക് വേണ്ടത് എക്സ് ബാർ കണ്ടെയ്ൻഡ് ഇൻ G ആണെങ്കിൽ എക്സ് ബാറിന് കറസ്പോണ്ടിങ് ആയിട്ട് വി നീഡ് ആൻ ഓപ്പൺ ബോൾ, ഓക്കെ, വിച്ച് ഈസ് ഫുള്ളി കണ്ടെയ്ൻഡ് ഇൻ ദാറ്റ് G. അതാണ് നമുക്ക് വേണ്ടത്. അപ്പോഴാണ് ജിയെ ഓപ്പൺ ബോളുകളുടെ യൂണിയൻ ആയിട്ട് എഴുതാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് കൺസിഡർ എന്താണ് ബി ഓഫ് എക്സ് ബാർ ആർ. ഇവിടെ ആർ എടുത്തതിന് കറസ്പോണ്ടിങ് ആയിട്ട് ബി ഓഫ് എക്സ് ബാർ ആർ, വിച്ച് ഈസ് ആൻ ഓപ്പൺ ബോൾ കണ്ടെയ്നിങ് എക്സ് ബാർ. എക്സ് ബാറിനെ കണ്ടെയ്ൻ ചെയ്തൊരു ഓപ്പൺ ബോൾ ആണ് ദിസ്. ഇനിയും പ്രൂവ് ചെയ്യേണ്ടത് ബി ഓഫ് എക്സ് ബാർ ആർ കംപ്ലീറ്റ്ലി കണ്ടെയ്ൻഡ് ഇൻ G ആണെന്ന് പ്രൂവ് ചെയ്താണ്. അതിനുവേണ്ടി ലെറ്റ് ഇസഡ് ബാർ ബിലോങ്സ് ടു ബി ഓഫ് എക്സ് ബാർ ആർ. ബൈ ഡെഫിനിഷൻ ദിസ് ഇംപ്ലൈസ് ബി ഓഫ് എക്സ് ബാർ ഇസഡ് ബാർ ഈസ് ലെസ് ദാൻ ആർ. ഈ ആർ ഇവിടെ നിന്നാണ് കിട്ടിയത് നോക്കണം, ആർ ഇവിടെ നിന്നാണ് കിട്ടിയത്. ഓക്കെ, സോ ഇതിൻ്റെ ഡെഫിനിഷൻ എടുക്കുക. ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് summation I is equal to 1 to n xi minus zi the whole square less than r. ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ that is summation I is equal to 1 to n. This implies xi minus zi the whole square is less than r square. r square is less than ri square. ഓക്കെ, ഇത് സ്ക്വയേഴ്സ് എന്ന് വെച്ചാൽ പോസിറ്റീവ് നമ്പേഴ്സ് ആണ്. കുറേ പോസിറ്റീവ് നമ്പേഴ്സിന്റെ സം ഈസ് ലെസ് ദാൻ ആർ സ്ക്വയർ എന്ന് വെച്ചാൽ each of the sum is less than r square. Okay, കുറേ പോസിറ്റീവ് നമ്പർ ഈസ് ലെസ് ദാൻ സം നമ്പർ എന്ന് വെച്ചാൽ each of the positive number should be less than that number. So which implies xi minus zi is less than r square for all I varies from 1 to 3 etc. And r square is less than ri square. കാരണം r എന്ന് വെച്ചാൽ മിനിമം ഓഫ് r1 r2 etc. r എന്നാണ്. സോ ആറിൻ്റെ വാല്യൂ R1-നെക്കാട്ടിലും R2-നെക്കാട്ടിലും എക്സെട്ര R1-നെക്കാട്ടിലും ഒക്കെ ചെറുതാണ്. സോ ദിസ് ഷുഡ് ബി ലെസ് ദാൻ RI സ്ക്വയർ എന്ന് എഴുതാൻ സാധിക്കും. ഓക്കെ, സോ വിച്ച് മീൻസ് ദാറ്റ് ഇതിൻ്റെ മോഡുലസ് എടുക്കും. വിച്ച് മീൻസ് ദാറ്റ് മോഡുലസ് ഓഫ് xi minus zi is less than RI where I varies from 1 to 3 etc. ഇനി നമ്മൾ എഴുതുന്നു ദാറ്റ് ഈസ് ഇതിൻ്റെ ഡെഫിനേഷൻ ചെയ്യുന്നു. ദാറ്റ് ഈസ് മൈനസ് RI ലെസ് ദാൻ xi മൈനസ് zi ലെസ് ദാൻ RI. ഇതിൽ നിന്ന് നമുക്ക് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് xi ഇങ്ങോട്ട് സൈഡിലോട്ട് മാറുമ്പോൾ വിച്ച് ഇംപ്ലൈസ് xi മൈനസ് RI ഈസ് ലെസ് ദാൻ zi ലെസ് ദാൻ xi പ്ലസ് R. I varies from 1 to 3 etc. ഓക്കെ, അപ്പം zi belongs to interval xi minus ri, xi plus r, where I varies from 1 to 3 etc. അപ്പം zi ഇതിൻ്റെ അകത്തെ മെമ്പർ ആണെങ്കിൽ ഈ ഇതിൻ്റെ അകത്തെ മെമ്പേഴ്സ് എല്ലാം ഈ ഇന്റർവൽ കംപ്ലീറ്റ്ലി കണ്ടെയ്ൻഡ് ഇൻ WI ആണ്. ദാറ്റ് ഈസ് zi belongs to WI where I varies from 1 to 3 etc. ഇപ്പോൾ Z1 W1-ൻ്റെ അകത്തുണ്ട്, Z2 W2-ൻ്റെ അകത്ത് എക്സെട്ര Zn W-ൻ്റെ അകത്തുണ്ട്. ദാറ്റ് ഈസ് Z bar which is Z1, Z2, etc. Zn belongs to W1 cross W2 cross etc. Wn which is fully contained in G. കാരണം ഇതിനെയാണ് നമ്മൾ W എന്ന് കൊടുത്തത്. ദാറ്റ് ഈസ് Z bar belongs to G bar. G bar അല്ല G. അപ്പോൾ നമ്മൾ ചെയ്തത് Z bar belongs to B of x bar R എന്ന് എടുത്തു, വിച്ച് ഇംപ്ലൈസ് Z bar belongs to എന്താണ് G എന്ന്. ആൻഡ് ഇതിൻ്റെ ഓരോ എക്സിനും കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ എടുത്തത്. ദാറ്റ് ഈസ് G is the union of, let's say, x belongs to G, B of x bar belongs to G, B of x bar R എന്ന് എഴുതാം. And B of x bar R is actually a member of TOT2. Okay. അപ്പോൾ ഇത് TOT2-ൻ്റെ മെമ്പർ ആയതുകൊണ്ട് ആർബിട്രറി യൂണിയൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് TOT2 belongs to TOT2. That is G belongs to TOT2.
നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ജി ബിലോങ്സ് ടു ടോ 1 എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ജി ബിലോങ്സ് ടു ടോ 1. നമ്മൾ പ്രൂവ് ചെയ്തു ദിസ് ഇംപ്ലൈസ് ജി ബിലോങ്സ് ടു ടോ 2 എന്ന് പ്രൂവ് ചെയ്തു. ദാറ്റ് ഈസ് ടോ 1 ഇസ് എ സബ്സെറ്റ് ഓഫ് ടോ 2. രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ ടോ 1 ഇസ് ഈക്വൽ ടു ടോ 2. ദിസ് ഈസ് ദി ഐഡിയ. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. താങ്ക് യു. ഇതിൻ്റെ മീനിങ് നിങ്ങളുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. Please read that. Thank you.